ഫാദർ, നമ്മുടെ ചാവറ എഡ്യൂഫെസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ജയിച്ചവരെക്കാട്ടും തോറ്റവർക്കാണ് ഇവിടെ സ്വാഗതം ചെയ്യുന്നതാണ്. ആ ഒരു ആശയം എന്തുകൊണ്ടാണ്? ഇവിടെ പ്രീമിയം സ്റ്റുഡൻസ് വേണ്ട, സാധാരണ കുട്ടികൾ പാഷനേറ്റ് ആയിട്ടുള്ളവർ സിനിമ ചെയ്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എടുക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും കണ്ടെത്തുന്നത് നമ്മൾ ഡയറക്ഷൻ, ആക്ടിങ്, ഇതിനപ്പുറത്തേക്കൊരു സിനിമയുണ്ട്. കാരണം സിനിമയുടെ പിന്നാമ്പുറത്തുള്ള തൊഴിൽ സാധ്യതകളെ കുറിച്ച് നമ്മുടെ പിള്ളേരോ എനിക്ക് തോന്നുന്നു അധികം ആരും അവെയർ അല്ല. നമുക്ക് പ്ലേസ്മെന്റ് 100% നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഹോട്ടൽ മാനേജ്മെന്റ് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കോളേജിൽ നമുക്കൊരു ബേസ് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബേസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്തായാലും കിട്ടും. ആ ഒരു പ്രോപ്പർ ബേസ് കിട്ടിയ ഉടനെ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഒരു കരിയർ ലെവലിലേക്ക് നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ബേക്ക് ചെയ്ത് വെച്ചതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്നേക്കിന്റെ രീതിയിലും ഫിഷിന്റെ രീതിയിലൊക്കെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് ഞാൻ കാണുന്നത്. 1996 ഫാദർ ജോബ് മൈലാടി സ്ഥാപിച്ചതാണ് ചാവറ. ഈ 30 വർഷത്തിൽ 32 ബ്രാഞ്ചുകളിലൂടെ 2 ലക്ഷത്തിലധികം കല്യാണങ്ങൾ, അതോടൊപ്പം 4 ലക്ഷം കുടുംബങ്ങളെ സാധിച്ചിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. എല്ലാവരും ഭയങ്കര കമ്മ്യൂണിക്കേറ്റഡ് ആണ്. നമുക്ക് എന്ത് കാര്യം റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു തരും. അവര് എല്ലാ ആസ്പെക്ട്സിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ എല്ലാ കുട്ടികളെയും നിങ്ങൾ വെൽക്കം ചെയ്യാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. ഇവിടെ പഠിച്ച് ഫിലിം പഠിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ ഇനി ഒരു 5 വർഷം തേരാപ്പാരം നടക്കരുത്. ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഫിലിം ക്യാമ്പസ് എന്ന് നമുക്ക് പറയാം. എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടട്ടെ, സാധാരണക്കാരെ കുട്ടികളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരട്ടെ, അവർക്ക് സ്കില്ലുണ്ടാകട്ടെ, എംപ്ലോയബിലിറ്റി ആകട്ടെ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചാവറ കൾച്ചറൽ സെൻറ്ററിലാണ്. ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, ഫിലിം സ്റ്റഡീസ് തുടങ്ങിയ മേഖലകളിൽ ഇതിനെക്കുറിച്ചുള്ള തൊഴിലവസരങ്ങളും കോഴ്സുകളും മനസ്സിലാക്കാൻ ഈ ഫെസ്റ്റ് നിങ്ങളെ സഹായകമാക്കും. ഇവിടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഉള്ളത്. ഹോസ്പിറ്റാലിറ്റി ആണ് നമ്മൾ ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. പല രീതിയിലുള്ള ബ്രെഡുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്നേക്ക്, ഫിഷ് രീതിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി. ഫാദർ, നമ്മുടെ ചാവറ എഡ്യൂഫെസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ജയിച്ചവരെക്കാട്ടും തോറ്റവർക്കാണ് ഇവിടെ സ്വാഗതം ചെയ്യുന്നതാണ്. ആ ഒരു ആശയം എന്തുകൊണ്ടാണ്? നമ്മൾ 42 വർഷമായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതാരും അങ്ങനെ എവിഡൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ല. ദാറ്റ് മീൻസ് അതിനകത്ത് ടോപ്പേഴ്സ് ഇല്ല എന്നല്ല, ടോപ്പേഴ്സ് വളരെ റെയർ ആയിരിക്കും. സാധാരണ SLC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ളത് ചെറിയ മാർക്ക് കിട്ടിയവർ അവിടെ സ്റ്റക്കായി പോകും. സാധാരണ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അവർക്ക് +2 പഠിക്കണമെങ്കിൽ ഇപ്പോൾ എന്നറിയാമല്ലോ 90% കൂടുതൽ മാർക്ക് വേണം, അല്ലെ 80% കൂടുതൽ വേണം. അപ്പോൾ വാട്ട് അബൌട്ട് 40 to 70? അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയത്. ഹോട്ടൽ മാനേജ് അവർക്ക് 6 മാസം നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നു. 6 മാസം ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും. അപ്പോൾ അവിടെ 6 മാസം നന്നായിട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് സക്സസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡിഗ്രി കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, അതും 40 അല്ലെങ്കിൽ 50% മാർക്ക് മേടിച്ച കുട്ടികൾക്ക് 60% പ്രാക്ടിക്കൽ കൊടുക്കുകയാണ്. ഈ പ്രാക്ടിക്കൽ പിന്നെ 40% തിയററ്റിക്കലുള്ളൂ. അപ്പോൾ ഇവർക്ക് എഴുതാൻ എളുപ്പമുണ്ട്. സാധാരണ രീതിയിൽ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് പഠിച്ച് എഴുതി ജയിക്കാൻ പറ്റും. ഇത് പ്രാക്ടിക്കൽ ഇവിടെ തന്നെ നമ്മൾക്ക് ഹോട്ടലും കിച്ചൺ എക്സ്പീരിയൻസും റെസ്റ്റോറൻറ്റും സർവീസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ ട്രെയിൻഡാണ്. അതുകൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടൽസ് ഇവർ എടുക്കുന്നത്. കാരണം നമുക്ക് ഓൾറെഡി പണി അറിയാം, ഓൾറെഡി ഇവിടെ ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നതാണ് അത്. അതുകൊണ്ട് ചാവറയിലെ സ്റ്റുഡൻസിന് എപ്പോഴും 10% പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഫിലിം സ്കൂളിൻ്റെ പ്രത്യേകതയും ഇവിടെ എൻ്റെ ഒരു ആശയം അനുസരിച്ചിട്ട് ഇവിടെ എന്താണ് പ്രീമിയം സ്റ്റുഡൻസ് വേണ്ട.
സാധാരണ കുട്ടികൾ പാഷനേറ്റ് ആയിട്ടുള്ളവർ സിനിമ ചെയ്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എടുക്കുന്നത്. പ്രീമിയം ഞാൻ ഉദ്ദേശിച്ചത് ടു മച്ച് വെൽത്തി ആയിട്ടുള്ള സെക്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ പാഷനെ എത്രമാത്രം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. സാധാരണ കുട്ടികൾ നന്നായിട്ട് പാഷനേറ്റ്ലി ചെയ്യുന്നു. ഫിലിം സ്കൂളിൽ ഫസ്റ്റ് ബാച്ച് ഇറങ്ങാൻ പോവാണ്, മിടുക്കരാണ്. ഇന്നലെയും ഡയറക്ടറുടെ കോൾ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പുതിയ സിനിമയിലേക്ക് ഇവിടുത്തെ കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള കോൾ ഉണ്ടായിരുന്നു. അത് മുന്നേ വർക്ക് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാണ്. അപ്പം ഇവിടെ ഫിലിം പഠിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ ഇനി ഒരു 5 വർഷം തേരാപ്പാരം നടക്കരുത്. അവരെ ഏറ്റവും സെഡ് അവർ അറിഞ്ഞിരിക്കണം. അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലുള്ള സമയത്ത് തന്നെ സിനിമ ചെയ്യാൻ പറ്റുന്നൊരു അവസരം വരണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പോ വെച്ചത്. അത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കുക എന്നുള്ളൊരു, നമുക്ക് എല്ലാ സംവിധാനവും ഉണ്ട്, തിയേറ്ററും പോസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റും. അപ്പോൾ ഒരു സിനിമയുടെ കൺസെപ്റ്റ് കുട്ടികൾ കൊണ്ടുവന്നാൽ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ ധൈര്യവും ഇവിടുന്ന് കൊടുക്കും. അപ്പോൾ നമ്മളുടെ 3 സ്ട്രീമിലുള്ള കോഴ്സിൻ്റെ പ്രത്യേകത സാധാരണ കുട്ടികളെ അഫോർഡ് ചെയ്യും. ഇതിനകത്ത് നമ്മളൊരു അനദർ സെക്ഷനും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് അവന് പാഷനായിരിക്കും, പക്ഷെ അവന് എഴുതി പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നന്നായിട്ട് കുക്ക് ചെയ്യും. വൈ നോട്ട് ഗോ ഫോർ പ്രൊഫഷണൽ കുക്കറി? അപ്പോൾ നല്ല ഷെഫായിട്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ഓട്ടിസം ബാധിച്ച കുട്ടികൾ, മൈൽഡ് ഓട്ടിസം ഉള്ളവരെ അവരുടേതായ സെക്ഷനിൽ അവർക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും. ആ ഏരിയയിലേക്ക് ചിലപ്പോൾ അയാളൊരു സർവീസ് സെക്ഷനിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങിലൊക്കെ ആയിരിക്കാം. അങ്ങനെ നമ്മളവരെ ഡിപ്ലോമയിലൂടെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ 75% താഴെ മാർക്കുള്ള കുട്ടികൾക്ക് റെഗുലർ സ്കൂളുകളിലോ പ്രൊഫഷണൽ സ്കൂളുകളിലോ സീറ്റ് കിട്ടാൻ വലിയ കിട്ടില്ല. അപ്പോൾ അവർ പണ്ടുകൊണ്ട് ഇന്നും ഉണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പാർട്ട് ടൈം കൊടുക്കുക. അതിൻ്റെ ഉദ്ദേശം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പാർട്ട് ടൈം എന്ന് പറയുന്ന 8 മണിക്കൂർ ഒരു ജോലി ചെയ്യുമ്പോൾ അത് പാർട്ട് ടൈം അല്ല, അവർ ശരിക്കും എംപ്ലോയി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അവർ തന്നെ എടുക്കുന്നതിൻ്റെ കാരണം ഒരു 3 വർഷം കൊണ്ട് അവർക്ക് വേണ്ട നല്ലൊരു പ്രൊഫഷണൽസിനെ അവർ തന്നെ ഗ്രൂം ചെയ്തെടുക്കും. അപ്പോൾ ഈ കുട്ടിയുടെ ഹോസ്റ്റൽ ഫീയും അത്തരം കാര്യങ്ങളും ഫുഡും ഒക്കെ അതിനകത്ത് സേവ് ചെയ്യും. ഇവിടെ മിടുക്കനായിട്ട് ചെയ്ത ആളുകൾ 20,000 ഏൺ ചെയ്തവരുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരിക്കലും കിട്ടില്ല. അത് അയാൾ എക്സലൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് കിട്ടിയതാണ്. എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടട്ടെ. സാധാരണക്കാര കുട്ടികളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരട്ടെ, അവർക്ക് സ്കില്ലുണ്ടാകട്ടെ, എംപ്ലോയബിലിറ്റി ആകട്ടെ എന്നുള്ളൊരു ധാരണയാണ് ഈ എക്സ്പോയുടെ. ചാവറ എഡ്യു എക്സ്പോ 2026-ൻ്റെ മോട്ടോ അതാണ്, ഇൻറ്റൻഷൻ അതാണ്. നമുക്കിവിടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് ആണുള്ളത്. ഡിഗ്രി കോഴ്സസ് എന്ന് പറയുമ്പോൾ BVOC ആണ്. BVOC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഏവിയേഷൻ ആൻഡ് ടൂറിസം, ഈ 3 കോഴ്സസാണ് മെയിൻലി നമുക്കുള്ളത്. സോ ഇത് 3 കൂടെ ചേർന്നതിനാണ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്കിവിടെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ അവരെ മോൾഡ് ചെയ്ത് അവരുടെ ഗ്രൂമിങ് ശരിയാക്കി അവരുടെ ലാംഗ്വേജ് കറക്റ്റ് ചെയ്ത് മോക്ക് ഇൻ്റർവ്യൂസ് കൊടുത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ടോപ്പ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ മാരിയറ്റ്, ക്രൗൺ പ്ലാസ, ഹയാത്ത്, ഇപ്പോൾ അവിടുത്തെ HR മാനേജേഴ്സൊക്കെയാണ് ഇവിടെ ടോക്കിന് വേണ്ടി വന്നത്. സോ അവിടോട്ട് നമ്മളവരെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുട്ടിയാണെങ്കിലും അരുണാചലിൽ നിന്നാണ് വന്നേക്കുന്നത് നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഫീൽഡിൽ നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ്, സർവീസ്, ഹൗസ് കീപ്പിംഗ്, പ്രൊഡക്ഷൻ, ദെൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, HR ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും ഇവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാൻ സാധിക്കും. നമുക്ക് പ്ലേസ്മെന്റ് 100% നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് എന്തായാലും ഉറപ്പാണ്. ഇപ്പൊ കുട്ടികൾക്കായാലും ഇപ്പൊ +2 കഴിഞ്ഞ മാർക്ക് കുറവുള്ള ആളുകളുണ്ടാവും. അപ്പം എന്ത് കോഴ്സ് എടുക്കും? ലൈഫിൽ തോറ്റവര് ജയിച്ചവരുണ്ട്. നമുക്ക് തോറ്റവരെന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ കുക്കറി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. 10th ഫെയിൽ ആയവർക്ക് വേണ്ടിയാണ് അവരെ നമ്മൾ കുക്കിംഗ് സ്കിൽസ് വീക്കിൽ 3 പ്രാക്ടിക്കൽസ് അങ്ങനെ നമ്മൾ 6 months ട്രെയിനിങ് കൊടുത്ത് 6 months ഇന്റേൺഷിപ്പ് പുറത്ത് കൊടുത്ത് നമ്മളവരെ പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഉള്ള ഡിഗ്രി കോഴ്സസ് ആണുള്ളത്. അതിന് +2 പാസ്സാവണം. പിന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഉണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി എന്നൊരു സങ്കല്പത്തോടെ വളരെ സീരിയസ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ ഓപ്പറേഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബേക്കറി എവറി ഇയർ നമ്മൾ 2000 kg ഓഫ് കേക്ക്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ തന്നെ കുട്ടികൾ ബേക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു കേക്ക് മിക്സിംഗ് സെറിമണി തന്നെ അതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യും. വലിയൊരു ഹ്യൂജ് ഇവൻ്റാണ് ഇവിടുത്തെ ചാവറയുടെ പ്രസ്റ്റീജിയസ് ഇവൻ്റാണ്.
ഷെഫ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ബേക്ക് ചെയ്ത് വെച്ചതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്നേക്കിന്റെ രീതിയിൽ ഫിഷിന്റെ രീതിയിലൊക്കെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് ഞാൻ കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ് 2 days ആയിട്ട് അവര് ചെറുതായിട്ട് വർക്ക്ഔട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടിയായിരുന്നു. സ്പെഷ്യലി ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയും കൂടിയാണ്. കൂടുതൽ പേരും ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്ന് ചെല്ലാത്തതിൻ്റെ പേരിൽ നല്ലപോലെ ഇൻഡസ്ട്രി നല്ല ഡെവലപ്പ് ആയതിൻ്റെ പേരിൽ നല്ല കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് കൂടുതലായിട്ട് അതിനോട് താല്പര്യമുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് സെക്ഷനിലെ നല്ലൊരു സെക്ഷനാണ് ഈ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്ന് പറയുന്നത്. ഹായ്, നിങ്ങൾ എല്ലാവരും ചാവറ സ്റ്റുഡൻസ് ആണോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഫെസ്റ്റ് വേണ്ടി റെഡിയാക്കിയതാണോ? ഓക്കെ, അപ്പൊ എനിക്കൊരു പരിപ്പോടെ തരും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഷെഫ് ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പം തന്നെ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഒരു 6 months വർക്ക് ചെയ്തിട്ടുണ്ട്? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഹോട്ടൽ മാനേജ്മെന്റ് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കോളേജിൽ നമുക്കൊരു ബേസ് വരാൻ പറ്റത്തുള്ളൂ. ട്രൂ, യെസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബേസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്തായാലും കിട്ടും. ആ ഒരു പ്രോപ്പർ ബേസ് കിട്ടിയ ഉടനെ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഒരു കരിയർ ലെവലിലേക്ക് നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറും. ഓക്കെ, എല്ലാവരും ഭയങ്കര കമ്മ്യൂണിക്കേറ്റഡ് ആണ്. നമുക്ക് എന്ത് കാര്യം റിപ്പീറ്റായിട്ട് പറഞ്ഞു തരും. എന്തോ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് നല്ലപോലെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പൊ എല്ലാ കുട്ടികളെയും നിങ്ങൾ വെൽക്കം ചെയ്യാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷെഫിന്റെ പേരെന്താ? എൻ്റെ പേര് വിൻസെന്റ്. ഓക്കെ, വിൻസെന്റ് സാറാണ് ഇവിടെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം, ഓരോ ഡിഷ് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇന്ന് എന്താ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കാൻ പോണേ? സ്പെഷ്യലായിട്ട് നമ്മൾ ഇവിടെ ലൈവായിട്ട് നമ്മുടെ സ്പ്രിംഗ് റോൾ, ചിക്കൻ സ്പ്രിംഗ് റോൾ. ഓക്കെ, ഇതിന്റെ ഒരു റെസിപ്പി ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാമോ? നമ്മൾ ബോയിൽഡ് ചിക്കൻ, അതിനുശേഷം നമ്മൾ ജൂലിയൻസ് ഓഫ് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ് ആൻഡ് ക്യാപ്സിക്കം, ദെൻ ചോപ്പ്ഡ് സെല്ലറി, ഗാർലിക്, ജിഞ്ചർ, ഇതെല്ലാം നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോയ സോസ്, സോൾട്ട്, പെപ്പർ എല്ലാം ഇട്ടൊരു മസാല ഉണ്ടാക്കുന്നു. അതിന് ശേഷം ഒരു ഷീറ്റ് ഉണ്ടാക്കും, നമ്മൾ പാൻ കേക്ക് എന്ന് പറയും. ആ ഷീറ്റിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യും. ഈ വെജിറ്റബിൾ ചിക്കൻ എല്ലാം മിക്സ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ആക്കിയ ശേഷം ഫ്രൈ ചെയ്ത് കൊടുക്കും. സംഭവം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റെസിപ്പി ഷെഫ് പറഞ്ഞു. നമുക്ക് ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓക്കെ, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ചിക്കനകത്ത് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് എഗ്ഗും കോൺഫ്ലവറും മൈദയോടെ ഈക്വൽ ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു തിന്നായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നു, പാരന്റ്സ് മനസ്സിലാക്കുന്നു, കുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു. ഈ ഒരു ഫെസ്റ്റ്, ഈ ഒരു തൊഴിൽ മേഖലയെ കുറിച്ചും കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി എത്രത്തോളം ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ് ഷെഫിന് തോന്നുന്നത്? ഓപ്പർച്യൂണിറ്റീസ്, ബിക്കോസ് നമ്മളിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ പണ്ടത്തെ കാലത്ത് നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി. ഇന്ന് ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്താലേ കുട്ടികളത് ക്യാച്ച് ചെയ്യത്തുള്ളൂ. കാരണം അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. സോ ദിസ് കൈൻഡ് ഓഫ് എക്സ്പോസ് വിൽ എൻഗേജ് ദം, വിൽ എഡ്യൂക്കേറ്റ് ദം, സോ ദാറ്റ് that kind of an experience will bring them, bring more interest in them to join such kind of courses. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കുട്ടികളായാലും പാരന്റ്സ് ആയാലും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ടല്ലോ. പണ്ടൊരു സമയം വരെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ഇപ്പൊ ആളുകൾ കൂടുതലായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഷെഫിന് കാണാൻ സാധിക്കും? ബിക്കോസ് സോഷ്യൽ മീഡിയയിലും ശരി, മീഡിയയിലും ശരി, കുട്ടികളെ ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മീഡിയകളുമായിട്ടൊന്നും പാരൻസിന് വലിയ കണക്ഷൻ ഇല്ല. അപ്പം അവരെല്ലാം ഫേസ്ബുക്കിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ പാരൻസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും പെട്ടെന്നൊരു റിജക്ഷനാണ്, അല്ലെങ്കിൽ പാരൻസ് അത്രയും അപ്ഡേറ്റഡ് ആവും. അപ്പോൾ ഇത് കണക്കത്തെ ഓപ്പർച്യൂണിറ്റീസിൽ പാരൻസിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അമ്മ ഇതാണ്, ഇല്ല അച്ഛാ ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഷെഫ് എന്ന് പറയുമ്പം എന്നെ റെഫറൻസ് ആയിട്ട് കാണിക്കാം, ഏവിയേഷന് റെഫറൻസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഫസറുണ്ട്, നമ്മുടെ മാരിയോട്ടിൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ ഇവരുമായിട്ടെല്ലാം ഒരു സമ്പർക്കമുണ്ടാകും. ഇവരുമായിട്ടെല്ലാം നമ്മൾ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പാരൻസിനും കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം അടിസ്ഥാനപരമായി ഇപ്പം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് പാരൻസിനാണ്, അല്ലേ? കാരണം പാരൻസ് ആർ നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡിങ് the necessity or the skill of the youngsters or the coming up generation. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ പാരൻസിനെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു തോട്ട് പ്രോസസ്സാണ് ചാവറ ഇവിടെ ബിൽഡ് ചെയ്തത്. ആൻഡ് that seems to be very good. Okay, thank you. ഒരുപാട് കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ ആണ് ഏവിയേഷൻ. അപ്പം ഏവിയേഷൻ രംഗത്തേക്ക് വരുന്ന കുട്ടികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാമോ?
നമ്മുടെ ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബിവോക്ക് ഇൻ എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഇവർക്ക് 10 തൊട്ട് 1.5 വരെയാണ് ക്ലാസ്. അതിനുശേഷം ഇവർക്ക് പാർട്ട് ടൈം ജോബിന് പോകാം. പിന്നെ ഇവർക്ക് 3rd സെമസ്റ്റർ 2 മാസവും 6th സെമസ്റ്റർ 3 മാസവും ട്രെയിനിങ് ഉണ്ട്. ഇതിനുശേഷം എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആകാൻ, എയർപോർട്ട് ക്യാബിൻ ക്രൂ, യൂണിമണി പോലുള്ള ബാങ്കുകളിൽ ഫോറിൻ മണി എക്സ്ചേഞ്ച് ആ ഒരു വിഭാഗത്തിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന കാരണം ഹോട്ടൽസിൽ ജോലി ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 6 months മുമ്പാണ് ജോയിൻ ചെയ്തത്. അയാട്ട പ്ലസ് അഡ്വാൻസ് ഡിപ്ലോമയുടെ കോഴ്സാണ്, 1 yearന്റെ കോഴ്സ്. ഇപ്പം എൻ്റെ 6 months അയാട്ട കഴിഞ്ഞു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം എഡ്യൂക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർ എല്ലാ ആസ്പെക്ട്സിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സസും ആണ്. ഇനിയും 6 months കൂടി ഉണ്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ഇറ്റ്. താങ്ക് യു. എന്നെ പോലെ കല്യാണമൊന്നും കഴിയാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, ചാവറ മാട്രിമോണി. അപ്പം ഈ ഫെസ്റ്റിൽ വരുന്നവർക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. അപ്പം ചാവറ മാട്രിമോണിയെ കുറിച്ച് പറയൂ. 1996 ഫാദർ ജോബ് മൈലാടി സ്ഥാപിച്ചതാണ് ചാവറ മാട്രിമോണി. ഈ 30 വർഷത്തിൽ 32 ബ്രാഞ്ചുകളിലൂടെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് US ഉൾപ്പെടെ നമുക്ക് 32 ബ്രാഞ്ചുകളുണ്ട്. 2 ലക്ഷത്തിലധികം കല്യാണങ്ങൾ, അതോടൊപ്പം 4 ലക്ഷം കുടുംബങ്ങളെ എത്തിച്ചേർക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ഫിലിമിനെ കുറിച്ച് അറിയണം, ഫിലിം പഠിക്കണം എന്ന ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫിലിം സ്റ്റഡീസിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ജോലി സാധ്യതയെ കുറിച്ചും പറയാമോ? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും കണ്ടെത്തുന്നത് നമ്മൾ ഡയറക്ഷൻ, ആക്ടിങ്, ഇതിനപ്പുറത്തേക്കൊരു സിനിമയുണ്ട്. കാരണം സിനിമയുടെ പിന്നാമ്പുറത്തുള്ള തൊഴിൽ സാധ്യതകളെ കുറിച്ച് നമ്മുടെ പിള്ളേരോ എനിക്ക് തോന്നുന്നു അധികം ആരും അവെയർ അല്ല. പണ്ട് സിനിമയും ചാനലുകളും മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഓൺലൈൻ മീഡിയാസ് മുഴുവൻ ഇത്തരം ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്. അതെ, എഡിറ്റേഴ്സിന് ആവശ്യമുണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്, ഡിസൈൻ, ക്യാമറ ഇതെല്ലാം ആവശ്യമുണ്ട്. പക്ഷെ അത്തരമൊരു തൊഴിൽ സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് സ്റ്റുഡിയോ മാനേജറായി തന്നെ ജോലി ചെയ്യുവാണ്. നമുക്ക് ഇവിടെ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ ഉണ്ട്, ഒപ്പം തന്നെ ഒരു പ്രിവ്യൂ തിയേറ്റർ ഉണ്ട്. 25 സീറ്റിൻ്റെ തിയേറ്ററാണ്. അവിടെ നമ്മൾ എഡിറ്റ് പ്രിവ്യൂ, പിന്നെ ബിസിനസ് പ്രിവ്യൂസൊക്കെ നടക്കുന്നു. നമുക്കൊരു കോൺഫറൻസ് ഹാളുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് പല സിനിമകളുടെയും സ്ക്രിപ്റ്റുകൾ ലോക്കാവുന്നു, പൂജ നടക്കുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. എല്ലാ കാര്യങ്ങളും എല്ലാം കാണുവാണ് അവര്. പൂജയ്ക്ക് മുതൽ, അതായത് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇത് 3 ഇവർ പോകുന്നുണ്ട്. റിവ്യൂ നടക്കുമ്പോൾ വരുന്ന ആരെയൊക്കെയാണ് വരുന്നത്, ഈ വലിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരോടൊക്കെ സംസാരിക്കാനോ അതല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനൊക്കെ കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. നമ്മളുടെ സ്റ്റുഡിയോയിൽ ഒരു ഡബിങ് വർക്ക് നടക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ മിക്കവാറും നമ്മൾ ഈ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കും. അതിനേക്കാളപ്പുറം വലിയൊരു ലൈബ്രറി ഉണ്ട്. ഇതൊക്കെ പിള്ളേർ യൂസ് ചെയ്യുമല്ലേ. അതെ, അപ്പോൾ അങ്ങനെ ഈ ഫിലിം സ്റ്റഡി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ചാവറ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 3 വലിയ ബ്രാഞ്ചുകളുടെ എക്സ്പോ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുപോലെ ഏവിയേഷൻ, ഫിലിം സ്കൂൾ. അപ്പോൾ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാവറയുടെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കോൺക്ലേവാണ്. അപ്പം ഈ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫിലിം സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഫിലിം ക്യാമ്പസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ സൗകര്യങ്ങൾ, ഫെസിലിറ്റിയുടെ കാര്യത്തിൽ ഒരു വലിയ വലിയ ഫെസിലിറ്റിയുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട്. നമുക്ക് വലിയൊരു അറ്റ്മോസ് തിയേറ്റർ ഉണ്ട്. 450 കപ്പാസിറ്റിയുള്ള ഒരു വലിയ തിയേറ്റർ ഓഡിറ്റോറിയം നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ സ്റ്റുഡിയോ, വിഷ്വലിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. പിന്നെ വലിയ ലാബുണ്ട്.
എക്യുപ്മെൻറ്റ്സ് ഒരുവിധമുള്ള സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ലൈറ്റ്, സൗണ്ടിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ചാവറ ഫിലിം സ്കൂൾ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, വർക്കിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമ്പസാണ് ചാവറ ഫിലിം സ്കൂൾ. ചാവറ എഡ്യൂഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസിന് വരെ ഇവിടുത്തെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, ഫിലിം സ്റ്റഡീസ് ഏതുമാവട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്.